ഈ റാമെന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, അത് ഞങ്ങളുടെ റാമാണ്. മഹാത്മാഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൽ നിങ്ങൾക്കൊരു റാമുണ്ട്, അത് എന്താണ് നാദൂറാമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഭയങ്കര പ്രകോപനപരമായ പ്രസംഗമായിരുന്നു. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഭയങ്കര ബഹളമായിരുന്നൊരു പ്രസംഗം വെച്ചാൽ ഭയങ്കര പ്രകോപനപരമായിട്ട് അവിട്ടും ഇവിട്ടും തന്നെ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമം നടത്തിയെങ്കിൽ പോലും ഞാനത് പൂർത്തീകരിച്ച് ഞാൻ പോയി. പക്ഷേ കോൺഗ്രസിൻ്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്, അവരെ പ്രകോപിപ്പിക്കരുത്, അതൊക്കെ ഭയങ്കര അപകടം ചെയ്യും, അവർ നിങ്ങളെ എന്തും ചെയ്ത് കളയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഭയന്നിരിക്കുകയാണ്. എന്താ കാരണം, അന്ന് വേറെ കാര്യമാണ്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ്. ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയെ കഴിഞ്ഞിട്ട് ഒരു 400 സീറ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷത്തുള്ള പലരും പോലും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് ആ ഭയത്തിൻ്റെ ഒരു അളവ് ഭയങ്കരമായിരുന്നു. പക്ഷേ എനിക്കൊരു തിരിച്ചറിവായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാണുന്ന പല നേതാക്കളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. അത് കഴിഞ്ഞ് സത്യമായിട്ട് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ അംഗസംഖ്യ നന്നായി കുറഞ്ഞ് 240 ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വന്ന ശേഷമാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ പറഞ്ഞതിനെ വേറെ ഭാഷ സംസാരിക്കും.